ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 വർഷങ്ങളെന്ന് അജ്മീർ ദർഗാ തലവൻ സയ്യിദ് സൈനുൽ അബ്ദേദീൻ അലി ഖാൻ. രാജ്യം പുരോഗതിയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതിപക്ഷം മിഥ്യകൾ പ്രചരിപ്പിക്കുന്നതായും മുസ്ലിം വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവ് കൂടിയ സൈനുൽ അബ്ദേദീൻ അലി ഖാൻ ചൂണ്ടിക്കാട്ടി. കോടാനുകോടി മുസ്ലിം വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമാണ് രാജസ്ഥാനിലെ അജ്മീർ ദർഗ. അവിടെ മുഖ്യ ആചാര്യനും മുസ്ലിം വിഭാഗത്തിന്റെ ആത്മീയ നേതാവുമായ സൈനുൽ ആബേദിൻ അലി ഖാനാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ തുറന്നുകാട്ടി രംഗത്തെത്തിയത്. വീണ്ടും BJP തന്നെ അധികാരത്തിൽ വന്നാൽ ഭരണഘടന തന്നെ മാറ്റുമെന്നാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത്. എന്നാൽ വ്യാജ പ്രചരണത്തിലൂടെ പ്രതിപക്ഷം രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണെന്ന് സൈനുൽ ആബേദിൻ അലി ഖാൻ ചൂണ്ടിക്കാട്ടി. പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് കുപ്രചരണങ്ങൾ നടക്കുന്നു. പ്രതിപക്ഷം മിഥ്യകൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നും ആബേദിൻ അലി ഖാൻ വ്യക്തമാക്കി. ये जो हमारे देशवासी जब देश के 2 टुकड़े किए गए, वो वेरियस कंट्री के अंदर जाकर के उन्होंने पनाह ली या उनका ऑलरेडी पुराने परंपरा के हिसाब से उनका बिजनेस वहीं था, वहां से जब उनको निकाला जा रहा है तो वो किस देश में जाएंगे भाई? अपने पुराने देश में तो आएंगे. उनको सिटीजनशिप देने के लिए ये लाया जा रहा है. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിസ്മരിക്കാനാകില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന അംഗീകാരങ്ങൾക്ക് കാരണമെന്നും വോട്ട് ചെയ്യുന്ന അവസരത്തിൽ അത് വിസ്മരിക്കാൻ കഴിയില്ലെന്നും അജ്മീർ ദർഗാ തലവൻ പറഞ്ഞു. देखिए, जहां तक पिछले 10 साल का सवाल है तो देश उन्नति ही कर रहा है और विश्व के अंदर जो उसने अपना एक स्थान बनाया है वो मौजूदा सरकार की देन है. इसलिए पब्लिक को भी ये चाहिए कि हमारे देश को उन्नति की तरफ कौन ले जा रहा है और आगे हमारा भविष्य किधर है, उसको आधार बना करके ये अपने वोट का इस्तेमाल करें, वो ज्यादा बेहतर रहेगा. രാമക്ഷേത്ര വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം നടപ്പാക്കുക മാത്രമാണ് ഉണ്ടായതെന്നും വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ രാജസ്ഥാൻ അജ്മീർ ദർഗ മുഖ്യ ആചാര്യൻ തുറന്നുകാട്ടി. ജനം, ഡൽഹി.